ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പൂത്തുരാൻസ്. നമ്മളിന്ന് കാണുന്നത് ക്രേപ്പിൽ തന്നെ വന്നിട്ടുള്ള അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ് അമേരിക്കൻ ക്രേപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ് പെർ മീറ്ററിന്. ഇന്ന് നമ്മൾ കാണുന്നത് 3 ഡിസൈനാണ്. 3 ഡിസൈനിൻ്റെ തന്നെ 4 കളേഴ്സ് വീതമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. നമുക്ക് കണ്ടു തുടങ്ങാം. എല്ലാം തന്നെ ചെറിയ പ്രിൻറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ പ്രിൻ്റാണ്. ഒരു മൊട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ചിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, ഒരു ഓഫ് വൈറ്റും അതുപോലെ ബ്ലാക്കും റെഡും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് ഇത് പോയിട്ടുള്ളത്. ഒന്ന് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻറ്റ് മനസ്സിലാകും. 42 രൂപയാണ്. അമേരിക്കൻ ക്രേപ്പാണ്. നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ പലാസോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ്. അതിനകത്ത് തന്നെ റെഡ് കളറിലുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ആ ക്രീം കളറും ഇതിനകത്ത് കൂടുതലായിട്ട് പോയിട്ടുണ്ട്. ഞാനത് 1 ലെയറായിട്ട് വെച്ച് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു പാറ്റേൺ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്ലോസ് വ്യൂവിൽ കാണാം. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ അതിനകത്തുള്ള കളറും ആ പിക്ചറൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ റെഡ് കളറിലാണ്. ഒരു ബേസ് ആയിട്ട് ക്രീം കളറാണ് എല്ലാത്തിലും പോയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രിന്റിനാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു റെഡ് കളറാണ്. ഞാനിത് ആദ്യം വെച്ച് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾക്ക് ക്ലോസ് വ്യൂവിൽ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. എല്ലാം സെയിം പ്രിന്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 ഡിസൈൻ 3 പ്രിന്റിൽ 4 കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ക്ലോസ് വ്യൂവിൽ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഗ്രീൻ കളറിലാണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ എന്ന് പറയില്ലേ, ആ ഒരു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭാഗം ഇങ്ങനെയാണ്, കുറച്ച് ഡാർക്ക് ടോണിലാണ്. എല്ലാ ഫാബ്രിക്കിനും 2 ഭാഗം ഉണ്ടെന്ന് ഞാൻ പറയാറില്ലേ. ഇത് നല്ല ഭാഗം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. അമേരിക്കൻ ക്രേപ്പാണ്. നെക്സ്റ്റ് വൺ വേറൊരു പ്രിൻ്റാണ് നമ്മൾ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ 3 പ്രിൻ്റ് ഉണ്ടെന്ന്. അതിൽ നെക്സ്റ്റ് ഡിസൈനാണ് കാണുന്നത്. ഇതും കുറച്ചും കൂടെ ചെറിയ പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിന് മുമ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ തന്നെയാണ് എല്ലാം തന്നെ. ഇനി നമുക്കിതിൻ്റെ ക്ലോസ് വ്യൂവിൽ കാണാം. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലൂ കളറിലാണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറാണ്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 42 രൂപയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലെല്ലാം ഫാബ്രിക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. ഇത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ അതിനകത്തുള്ള പിക്ചർ കുറച്ചും കൂടെ ക്ലിയർ ആകും നിങ്ങൾക്ക്. നെക്സ്റ്റ് വൺ റെഡ് കളറിൽ വന്നിട്ടുള്ളതാണ്. റെഡിൽ തന്നെ ഒരു ക്രീമും അതുപോലെ ബ്ലൂ ഒക്കെ ആയിട്ടുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ നല്ല ഭാഗം ആദ്യം ഒന്ന് കാണിക്കട്ടെ. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം നമുക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാബ്രിക് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. 42 റുപ്പീസാണ് പെർ മീറ്ററിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ക്ലിയർ ആകും അതിനകത്തുള്ള പിക്ചർ. എല്ലാം സെയിം തന്നെ, കളേഴ്സിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്. പീക്കോ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതും. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഫാബ്രിക് വരുന്നത്, ഡ്രസ്സ് വരുന്നത്. ഇത് ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കളറും അതുപോലെ ഡിസൈനും കുറച്ചും കൂടി ക്ലിയർ ആകും. നമ്മളപ്പോൾ 2 ഡിസൈൻ കണ്ടു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഡിസൈനിലുള്ളത് കാണാം. ലാസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ്. കുറച്ചും കൂടി ചെറിയ ഫ്ലവേഴ്സാണ്. തീരെ ചെറിയ ഫ്ലവേഴ്സാണ് ഇതിനകത്ത് പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ്. അമേരിക്കൻ ക്രേപ്പാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ പാറ്റേൺ ഇങ്ങനെയായിരിക്കും പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആകും. നെക്സ്റ്റ് വൺ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഗ്രീൻ കളറിൽ തന്നെ
ഇപ്പോൾ കണ്ട സെയിം പാറ്റേണിലുള്ള ഫ്ലവേഴ്സാണ് പോയിരിക്കുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഫാബ്രിക് വരുന്നത്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ്. നെക്സ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. പിങ്കിൽ തന്നെ നിറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ഇപ്പോൾ കാണുന്ന പ്രിൻ്റ് തന്നെ ഇതിൻ്റെ കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. ലാസ്റ്റ് വൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കാണുന്നതും ഗ്രീൻ കളറിൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു ടെയിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഇതെല്ലാം തന്നെ അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. നമ്മൾ ഇന്ന് 3 ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. 3 ഡിസൈൻ്റെ 4 കളേഴ്സ് വീതമുണ്ടായിരുന്നു. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പെർ മീറ്റർ വന്നിരുന്നത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ പലാസോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 42 പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ് പെർ മീറ്റർ. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്, 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം, 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും
പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.